എന്താടാ ഇരുന്ന് കാറ്റടിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഇവനിത് എന്തു പറ്റി? എന്താടാ നിനക്ക്? ഓ, ഇത് വലിയ ശല്യമായല്ലോ. എന്താടാ നിനക്ക്? ഗ്യാസിന്റെ ഉപദ്രവം വല്ലതും ഉണ്ടോ? അച്ഛ, ഒരു സംശയം ചോദിക്കാണ്ടായിരുന്നു. എന്നാലിത് നേരത്തെ പറയണ്ടേ? എടാ, കുട്ടികൾക്ക് സംശയം ഉണ്ടാവണം. അതൊരു നല്ല ശീലമാണ്. അമ്മ പറയുന്നത് അച്ഛന് സംശയം ഒരു രോഗാണെന്നാ. അത് കുട്ടികൾക്ക് അത് നല്ലൊരു കാര്യമാണ്. എങ്കിലേ നന്നായിട്ട് പഠിക്കാൻ പറ്റൂ. എന്താ സംശയം? കേൾക്കട്ടെ. അച്ഛാ, തവളയില്ലേ തവള? തവള കണ്ണട വെക്കൂ? ഓ, ഇതാണോ ഇത്രയും വലിയ സംശയം? എടാ, തവള എന്തിനാടാ കണ്ണട വെക്കുന്നത്? തവള കണ്ണട വെക്കില്ല. താങ്ക് യു അച്ഛാ. എന്താടാ? അച്ഛാ, ഒരു സംശയം കൂടെ. തവളക്ക് മുടി ഉണ്ടാവോ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. തവളയ്ക്ക് എവിടെയാടാ മുടി? അത് ശരി, തവളക്ക് മുടി ഉണ്ടാവില്ലല്ലേ? ഇവന്റെ ഓരോ സംശയങ്ങളെ കൊള്ളാവുന്ന വല്ലതും ആണെങ്കിൽ തരക്കേടില്ലായിരുന്നു. ഓ, വീണ്ടും വന്നു. ഇനി എന്താടാ സംശയം? തവള മുണ്ടും ബ്ലൗസും ഇടുവോ? പിന്നെ തവള മുണ്ടും ബ്ലൗസും ആഭരണങ്ങളൊക്കെ ഇട്ട് അമ്മായിയുടെ കല്യാണത്തിന് പോവുകയല്ലേ. പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. അത് ശരി, മുണ്ടും ബ്ലൗസും ഇടുവില്ലല്ലേ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടി, ഒരു വടിയും എടുത്തേ. കുറെ നേരമായിട്ട് ഇവൻ എന്നെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നു. ഒരു സംശയം കൂടെ അച്ഛാ, ഒടുക്കത്തെ സംശയം. എന്താന്ന് വെച്ചാ ചോദിച്ച് തൊലയ്ക്ക്. തവളക്ക് നീന്താൻ അറിയോ? എടാ, തവള എന്ന് പറയുന്ന ജീവി വെള്ളത്തിലും കരയിലും ജീവിക്കും. കരയിലൂടെ ചാടി നടക്കും. വെള്ളത്തിലാണെങ്കിൽ നീന്തും. മനസ്സിലായോ? അത് ശരി, തവളക്ക് നീന്താൻ അറിയാമല്ലേ? ഇവന് രാവിലെ തന്നെ ആരോ തവളയിൽ കൂടോത്രം ചെയ്തു എന്നാ തോന്നുന്നത്. പോട്ടെ, ചിലപ്പോ പഠിക്കാനുള്ള വല്ലതും ആയിരിക്കും. അച്ഛാ, ഇനിയും സംശയമാണോ? തവള കണ്ണട വെക്കില്ലല്ലോ? ഇല്ല. തവളക്ക് മുടി ഉണ്ടാവില്ലല്ലോ? ഇല്ലടാ. മുണ്ടും ബ്ലൗസും ധരിക്കില്ലല്ലോ? ഇല്ല എന്നല്ലേ പറഞ്ഞത്. തവളക്ക് നീന്താൻ അറിയാലോ? അറിയാമെടാ. മൈ ഗോഡ്, അച്ഛാ ചതിച്ചു. എന്താടാ? നമ്മുടെ വല്യമ്മ കിണറ്റില് വീണു. അല്ല, ആരിത്? ടിൻറ്റുമോനോ? കണ്ടിട്ടെന്ത് തോന്നുന്നു? എന്താ കാലത്ത് തന്നെ വിശേഷിച്ച്? ഓ, നമുക്കെന്ത് വിശേഷം? വിശേഷമൊക്കെ നിങ്ങൾക്കല്ലേ? അല്ല, ടിൻറ്റുമോന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നത് ഇന്നലെയല്ലേ? അതൊരു വിശേഷം അല്ലേടാ ടിൻറ്റു? അച്ഛൻ ഗൾഫിലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആകെപ്പാടെ എനിക്ക് കൊണ്ടുവന്നത് എന്താന്നറിയാമോ? ഒരു കമ്പ്യൂട്ടർ, ഒരു മൊബൈൽ ഫോൺ, വെറും 7 കൂട്ടം ഡ്രസ്സ്, ഒരു പാക്ക് പേന, 4 ബോക്സ് ചോക്ലേറ്റ്, ഒരു ഗെയിം സെറ്റ്, പിന്നെ കുറെ കാറും വിമാനവും കുന്തും കൊടച്ചക്രവും. വേറെ ഒന്നും കൊണ്ടുവന്നില്ല. ചിഞ്ചുവിന് കുറെ സാധനങ്ങൾ കൊണ്ട കൊടുത്തു. ഒരു മിടിയും ഒരു ടോപ്പും. പിന്നെ നിനക്ക് എന്ത് വേണമായിരുന്നു? ആവശ്യത്തിനുള്ളതെല്ലാം ആയല്ലോ. ഉണ്ടയിട്ട് പൊട്ടിക്കാൻ പറ്റിയ ഒരു തോക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കേട്ട ഭാവല്ല. അമേരിക്കയിലെ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടികള് കാട്ടിക്കൂട്ടുന്നത് വായിക്കുമ്പോ കൊതിയാവുക മനുഷ്യന്. ഇത് പറയാനാണോ ടിൻറ്റുമോൻ രാവിലെ തന്നെ വന്നത്? അയ്യോ ചേട്ടാ, അത് ഞാൻ മറന്നു. 4 ചോക്ലേറ്റ് ഇവിടെ തരാ അച്ഛൻ പറഞ്ഞു. 4 ചോക്ലേറ്റോ? അമ്മേ, ചോക്ലേറ്റ് എന്ന് കേട്ടപ്പോ തന്നെ എന്തൊരു ആക്രാന്തം. കൈ കിട്ടിയ എന്താവും സ്ഥിതി? എന്നിട്ട് കുട്ടികളെ കുറ്റം പറയും. 4 ചോക്ലേറ്റ് എനിക്ക് സമ്മാനമായിട്ട് തരാൻ അച്ഛൻ പറഞ്ഞോ? എന്റെ അച്ഛൻ എന്താ പ്രാന്തുണ്ടോ? അങ്കിളിന് 4 ചോക്ലേറ്റ് സമ്മാനം തരാൻ? ഇതേ അങ്കിളിന്റെ മക്കൾക്കുള്ളതാ. 2 എണ്ണം അനുവിന്, 2 എണ്ണം മനുവിന്. ഏതായാലും സമ്മാനവുമായിട്ട് വന്നതല്ലേ, ഒരു ഗ്ലാസ് ചായ കഴിച്ചിട്ട് പോവാം. വേണ്ട അങ്കിൾ, ചായ കഴിച്ചാ പ്രശ്നമാ. അങ്കിള് ബുദ്ധിമുട്ടും. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനിപ്പോ ചായ എടുക്കാം. വേണ്ട അങ്കിൾ, ചായ കഴിച്ചാൽ എനിക്ക് ചോക്ലേറ്റ് തിന്നാൻ തോന്നും. എന്താണെന്നറിയില്ല, ഞാൻ ജനിച്ചപ്പോഴേ അങ്ങനെയാ. വല്ല അസുഖാണോ അങ്കിൾ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ചായ കഴിച്ചതാ. ഉടനെ 4 ചോക്ലേറ്റ് തിന്നു. എടാ, അത് അസുഖമൊന്നുമല്ല. വേണമെങ്കിൽ ചായ എടുക്കാം. വീട്ടിൽ പോയിട്ട് ചോക്ലേറ്റ് കഴിച്ചാൽ മതിയല്ലോ. അതല്ലേ അങ്കിളിന് ബുദ്ധിമുട്ടാവൂന്ന് പറഞ്ഞത്. വീട്ടില് ചോക്ലേറ്റ് തീർന്നു. ഇനി അങ്കിളിന് അത്ര നിർബന്ധമാണെങ്കിൽ ചായ എടുത്തോളൂ.
ഞാൻ ഇപ്പോഴാ ഓർത്തത്, പഞ്ചസാര തീർന്നു. പഞ്ചസാരക്കൊക്കെ എന്താ വിലയല്ലേ അങ്കിൾ? പഞ്ചസാര വേണമെന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. പക്ഷേ എടാ, ഗ്യാസ് രാവിലെ തീർന്നു. ഷോ, അല്ലെങ്കിലും ഗ്യാസിന് വില കൂടിയെന്ന് പത്രത്തിലുണ്ടായിരുന്നു. വിറക് കത്തിച്ചാ മതിയെങ്കിൽ. വിറക് നനഞ്ഞു പോയടാ. എന്നാ പിന്നെ ശരി, അച്ഛനോട് പറഞ്ഞേക്ക് സമ്മാനമായി തന്ന 4 ചോക്ലേറ്റിന് നന്ദി പറയാൻ ഞാൻ വൈകിട്ട് വരുന്നുണ്ടെന്ന്. ഛേ, ആ അങ്കിൾ എന്നെക്കാളും ഭയങ്കരനാണല്ലോ. എന്താ കാര്യം? അത് പിന്നെ അങ്കിൾ, അച്ഛനോട് താങ്ക്സ് പറയാനായി മാത്രം അങ്കിള് വീട്ടിൽ വരണമെന്നില്ല. അങ്കിള് 4 ചോക്ലേറ്റിന് താങ്ക്സ് പറഞ്ഞതായി ഞാൻ പറഞ്ഞോളാം. എന്താടാ, നീ ഇനിയും പോയില്ലേ? അതെ, അങ്കിള് വൈകിട്ട് വീട്ടിൽ വന്ന് 4 ചോക്ലേറ്റിന് താങ്ക്സ് പറയാൻ തീരുമാനിച്ചു അല്ലേ? അതെ, ഞാനത് തീരുമാനിച്ചതാണ്. അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ? കുഴപ്പമില്ല, ഞങ്ങളൊക്കെ പഴയ ആളുകളല്ലേ. അങ്ങനെയാണെങ്കിൽ അങ്കിൾ വൈകിട്ട് വീട്ടിൽ വന്ന് താങ്ക്സ് പറയുമ്പോ 8 ചോക്ലേറ്റിന് താങ്ക്സ് പറഞ്ഞൂടെ? അച്ഛൻ സ്കൂളിൽ പോവാണേ. നിനക്ക് ബാഗൊന്നും വേണ്ടേ? ഞാൻ ജംഗ്ഷനിൽ നിന്ന് 2 കൂലിക്കാരെ ഇങ്ങോട്ട് വിടാം. അച്ഛൻ അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി. ഇവന്റെ ഒരു കാര്യം. അല്ലേ വേണ്ട, ഇന്ന് സ്കൂളിൽ NSSന്റെ മരംനടൽ പരിപാടിയാ. അത് തന്നെയാ നല്ലത്. നിന്നെയൊക്കെ പഠിപ്പിക്കുന്നതിൽ നല്ലത് മരം പിടിപ്പിക്കലാണെന്ന് അവർക്ക് തോന്നിക്കാണും. ഈ ബുദ്ധി നമ്മുടെ ടീച്ചർമാർക്ക് മുമ്പേ തോന്നിയിരുന്നെങ്കിൽ ഇവിടെ ഒരു ചമ്പൽക്കാട് തന്നെ ഉണ്ടായിരുന്നേനെ. മേ ഐ കം ഇൻ സർ? ഇപ്പൊ സമയം എന്തായി? 9 മണിക്ക് എത്തണമെന്ന് അറിയില്ലേ? 9 മണിക്കോ? 9 മണിക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? 9 മണിക്കൊന്നും സംഭവിച്ചില്ല. 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്ന അറിയില്ലേ? എന്താ ലേറ്റ് ആയത്? അത് പിന്നെ സാറേ, എന്റെ മുത്തശ്ശി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാ. കഴിഞ്ഞ ഓണപ്പരീക്ഷക്ക് നീ നിന്റെ മുത്തശ്ശി മരിച്ചു എന്ന് പറഞ്ഞല്ലേ ലീവ് എടുത്തത്? അത് പിന്നെ സാർ, കഴിഞ്ഞ ആഴ്ച എന്റെ മുത്തച്ഛൻ വീണ്ടും കെട്ടി. ഉത്തരമല്ലാണ്ട് പറയില്ല. കേറ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കൂ. ടിൻഡു, നിന്നോട് ഇനി പ്രത്യേകം പറയണോ? ഇന്ന് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്ന ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മരങ്ങൾ മുറിക്കാതെ സംരക്ഷിച്ചാൽ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. മരം നമുക്ക് തണൽ തരുന്നു, പിന്നെ മരം ഉണ്ടെങ്കിൽ മണ്ണൊലിപ്പ് തടയും. അപ്പ സാറേ, ഈ മീശ വെക്കുന്നത് മൂക്കൊലിപ്പ് തടയാനാണ്? ഇവനെ ഇന്ന് ഞാൻ. എടാ, മീശയും മരവുമായിട്ട് എന്ത് ബന്ധമാ? മരം കൊണ്ടുള്ള വേറെ 2 ഗുണങ്ങൾ പറയൂ. മരം മുറിച്ചു വിറ്റാ കാശ് കിട്ടും, പിന്നെ മരം കൊണ്ട് ജനലും വാതിലും ഉണ്ടാക്കാം. മതി മതി, ഇരിക്ക്. ഇന്നലെ ഞാൻ എല്ലാവർക്കും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടില്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? വെരി ഗുഡ്. അപ്പൊ ഒരാള് കുഴി വെട്ടണം, മറ്റേയാൾ മരം നടണം, പിന്നെ 3-മത്തെ ആൾ കുഴി മൂടണം. ഓക്കേ? ഓക്കേ. എന്താ ടിൻഡു ഇത്? കുഴി വെട്ടിക്കഴിഞ്ഞാൽ മരം വെച്ചിട്ട് വേണ്ടേ കുഴി മൂടാൻ? അത് പിന്നെ സാറേ, ചിഞ്ചുവിനെ കുഴി വെട്ടാൻ ഏൽപ്പിച്ചു, സുട്ടുവിനെ മരം വെക്കാൻ ഏൽപ്പിച്ചു, എന്നെ കുഴി മൂടാനും ഏൽപ്പിച്ചു. അതിന് മരം വെക്കാൻ ഏൽപ്പിച്ച സുട്ടു ഇന്ന് ലീവാ. അപ്പൊ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അയ്യോ, ഈ ചേട്ടന്റെ മുണ്ടഴിഞ്ഞു പോയത് അയാൾ അറിഞ്ഞില്ലേ? ചേട്ടാ, മുണ്ടുപോയി. നോ, മുണ്ട് പോയതല്ല, മുണ്ടില്ല. ഇത് ബർമുടയാണടാ. എടാ, എന്നെ മനസ്സിലായില്ലേ? എടാ, ഞാൻ ജോസഫ് ഏട്ടനാ, തെക്കേതിലെ. അയ്യോ, അമേരിക്കയിൽ നിന്ന് വന്ന ജോസഫ് ഏട്ടൻ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തൊക്കെയുണ്ട് ചേട്ടാ അവിടുത്തെ വിശേഷങ്ങൾ? അതൊക്കെ പറയാം, നീ വാ. ലെറ്റ്സ് വാക്ക് ലിറ്റിൽ ടൈം. എന്താ പറഞ്ഞേ? നമുക്ക് അല്പം നടക്കാമെന്ന്. നീ ഇപ്പോഴും ഇംഗ്ലീഷിന് വളരെ പിന്നോട്ടാണല്ലേ? എന്താന്നറിയില്ല ചേട്ടാ,
എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ല. ഇംഗ്ലീഷ് വളരെ മോശം ഭാഷയാണ്. ഒരു അടി വെച്ച് തരും. ഇംഗ്ലീഷ് മോശമാണെന്ന് ആരാടാ പറഞ്ഞത്? ടെൽ മീ. ഡൾമയല്ല, ഇംഗ്ലീഷ് മോശമാണെന്ന് പറഞ്ഞതേ എന്റെ ഇംഗ്ലീഷ് സാറിനെയാ. സാർ എപ്പോഴും പറയും, എടാ ടിൻറ്റു, ഇംഗ്ലീഷ് വളരെ മോശമാണല്ലോ എന്ന്. ഏതായാലും നമുക്കൊന്ന് നടന്നു വരാം. ഇത് റോഡാണോ തോടാണോ? മഴക്കാലത്ത് തോട്, അല്ലാത്തപ്പ കുഴി. റോഡ് മാത്രമില്ല. അമേരിക്കയിലായിരുന്നെങ്കിൽ ഒരു പോറലോർ ഉണ്ടാവില്ല റോഡില്. ഇവിടെ ആർക്കും ഒരു ശ്രദ്ധയുമില്ല. ചേട്ടൻ അത് മാത്രം പറയരുത്. ഇവിടെ കൊച്ചു കുട്ടികൾ പോലും വളരെ ശ്രദ്ധയോടെ റോഡിലൂടെ നടക്കുന്നത്. ശ്രദ്ധയില്ലായിരുന്നെങ്കിൽ എപ്പ കാറ്റ് പോയി എന്ന് ചോദിച്ചാൽ മതി. അമേരിക്കയേക്കാൾ ബെസ്റ്റാ ഞങ്ങള്. കണ്ടോ ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് എത്ര മോശമാണെന്ന് നോക്കിക്കേ. അമേരിക്കയിലായിരുന്നെങ്കിൽ ഒരു കടലാസ് കഷ്ണം പോലും വഴിയിൽ കാണില്ല. എന്റെ ചേട്ടാ, ഞങ്ങൾ മലയാളികൾ ഭൂമിയിലെ സകല ജീവികളെ സ്നേഹിക്കുന്നതാ. ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിൽ കൊതുകുകൾ എങ്ങനെ മുട്ടയിട്ട് പെരുകും? എലികൾക്ക് എവിടുന്ന് ഭക്ഷണം കിട്ടും? പുഴുക്കളും പ്രാണികളും എങ്ങനെ ജീവിക്കും? സജീവികൾക്കും ജീവിക്കണ്ടേ? വെറുതെയല്ല ഇവിടെ അസുഖങ്ങൾ പെരുകുന്നത്. നാട്ടുകാർക്ക് അസുഖം ഇല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട ഡോക്ടർമാരെങ്ങനെ ജീവിക്കും? കാശുണ്ടായിട്ട് കാര്യമില്ല ചേട്ടാ. സജീവ സ്നേഹം വേണം, സജീവ സ്നേഹം. D&D rocks. Digimon rocks. D&D rocks. What a world the situation will be. He gonna make you smile. Da 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 da. Just go blah blah blah. Digimon rocks. ഹോ, നടന്ന് നടന്ന് കാല് കുഴഞ്ഞു. ഇനി ഒരു ഓട്ടോ വിളിച്ചു പോവാ. ഏയ് ഓട്ടോ ചേട്ടാ, കരവശ്ശേരിക്ക് പോവോ? പോവല്ലോ, പക്ഷെ മീറ്റർ കാശും പകുതിയും തരണം. ഏയ് അതൊന്നും പറ്റില്ല. പോയേ പോയേ. അല്ല പിന്നെ മീറ്റർ കാശും ഈ ചോക്ലേറ്റിന്റെ പകുതിയും എനിക്ക് തന്നെ ഒരു പകുതിയാ കിട്ടിയത്. ഇനി ഇതിന്റെ പകുതി അവന് കൊടുക്കാനിട്ടാ. ആ ചേട്ടാ, നിർത്ത്. ചേട്ടാ, കരവശ്ശേരിക്ക് പോവോ? പോവും. പിന്നൊരു കാര്യം, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ ചോക്ലേറ്റിന്റെ പകുതി വേണോ ഒന്നും പറയരുത്. ഞാൻ തരില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. ആ മിഠായിയുടെ പകുതി ഒന്നും എനിക്ക് വേണ്ട. എന്നാ പോവാ. ചേട്ടന്റെ വീട് എവിടെ? അത്തോളി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ഭാര്യയും 2 കുട്ടികളും. മോന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിലും നാട്ടിലും ഒക്കെ ഒറ്റ പേരേ ഉള്ളൂ. നല്ല ചീത്തപ്പേര്. അത് മോനെ കണ്ടപ്പോഴേ തോന്നി. എന്താ ചേട്ടൻ തമാശ പറഞ്ഞതാ? ഏയ് അങ്ങനെയൊന്നുമില്ല. എന്നാ വേണ്ടട്ടോ, അധികം തമാശയൊന്നും വേണ്ട. ഓ, വലിയ തമാശക്കാരൻ വന്നിരിക്കുന്നു. നിർത്ത്. മോനെ, ഇത് കാരപ്പറമ്പ് എത്തിയതേ ഉള്ളൂ. കരുവശ്ശേരിക്ക് ഇനിയും 2 കിലോമീറ്റർ പോണം. എനിക്ക് ഇവിടെ ഇറങ്ങിയാ മതി. എത്രയായി? 100 രൂപ. ഈശ്വരാ, എന്ത് 100 രൂപയോ? എടോ, 100 രൂപയ്ക്ക് കൊച്ചിക്ക് പോവാലോ. എന്നാ മോൻ കേറ്, ഞാൻ കൊച്ചിയിൽ ഇറക്കി തരാം. വേണ്ട, അധികം തമാശിക്കണ്ട. ദാ 50 രൂപയുണ്ട്. എന്ത് 50 രൂപയോ? എടാ ചെക്ക, നീ ഇവിടെ വരെ സുഖിച്ചിരുന്നതല്ലേ? എന്നിട്ട് 50 രൂപ? 100 രൂപ തന്നെ വേണം. ആഹാ, ഞാൻ മാത്രമല്ലല്ലോ, താനും ഇവിടം വരെ സൂചിച്ചിരുന്നില്ലേ? തന്റെ കാശ് എന്നാ ഞാൻ തരുന്നേ. കളിക്കല്ലേ, ടിൻറ്റുവാനോട് കളിക്കല്ലേ. എന്താ പ്രശ്നം? ചേട്ടൻ ഈ ബോർഡ് കണ്ടോ? 50 രൂപയ്ക്ക് എന്ത് വാങ്ങിയാലും ഒരു ടീഷർട്ട് ഫ്രീ എന്ന് എഴുതിയത് കണ്ടില്ലേ? എന്നിട്ട് ഇയാൾ എനിക്ക് ടീഷർട്ട് തന്നില്ല. എന്താടോ ഇത്? തനിക്ക് നാണമില്ലേ ഇതുപോലെ കുട്ടികളെ പറ്റിക്കാൻ? എടോ, താൻ കാര്യം അറിയാതെ സംസാരിക്കരുത്. അയ്യോ, അവൻ 500 രൂപയ്ക്ക് എന്താ വാങ്ങിയതെന്ന് കൂടെ ചോദിക്ക്. ആട്ടെ, മോൻ 500 രൂപയ്ക്ക് എന്താ വാങ്ങിയത്? ഞാന് 500 രൂപയ്ക്ക് ചില്ലറ വാങ്ങി. എന്നിട്ടും ഇയാൾ എനിക്ക് ടീഷർട്ട് തന്നില്ലെങ്കിൽ. Digimon rocks. D&D rocks. D&D rocks. Digimon rocks. D&D rocks. ഈ സീസണിലെ വിജയ് മിസ്റ്റർ രാഹുലാണ്. രാഹുലിനെ കോൺഫറൻസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ആണ് സമ്മാനം. കണ്ടില്ലേ, നിന്റെ പ്രായത്തിലെ കുട്ടികൾക്ക് ആ പാട്ട് പാടിയിട്ട് ഫ്ലാറ്റ് ഒക്കെ കിട്ടുന്നത്. നീ ഇങ്ങനെ ചുമ്മാ നടന്നോ? അച്ഛന്റെ പ്രായത്തിലെ അബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. അച്ഛൻ ഇങ്ങനെ ടിവിയും കണ്ടിരുന്നോ?
തർക്കുത്തരം പറയുന്നോടാ. അച്ഛാ എനിക്കൊരു സംശയം. അച്ഛന്മാർക്കാണോ കുട്ടികൾക്കാണോ കൂടുതൽ ബുദ്ധി ഉണ്ടാവുക? എന്താ സംശയം? അച്ഛന്മാർക്ക് തന്നെയാ. ഏയ് അല്ലല്ല കുട്ടികൾക്കാ. ഒന്ന് പോടാ. അച്ഛന്മാർക്കാ കുട്ടികളെക്കാൾ ബുദ്ധി കാണുക. ഓക്കെ, എന്നാലച്ചാ വേറൊരു സംശയം. ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആരാ? ചാൾസ് ബാബേജ്. അല്ലാതെ അയാളുടെ അച്ഛനല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അച്ഛന്മാരെക്കാൾ കൂടുതൽ ബുദ്ധി കുട്ടികൾക്കാ. എടാ നിനക്കറിയോ, എബ്രഹാം ലിങ്കൻ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലിരുന്നാ പഠിച്ചത്. അപ്പൊ മൂപ്പർക്ക് പകൽ എന്തായിരുന്നു പണി? പകല് കൂലിപ്പണി. എടാ നിന്നോടൊക്കെ സംസാരിച്ച മനുഷ്യനും. നിങ്ങൾ അവനെ വഴക്കു പറയണ്ട. അവന് സംഗീതത്തോടാ താല്പര്യം. ഒരു ഭാഗവതരെ വിളിച്ച് ട്യൂഷൻ കൊടുക്കാം. വല്ല ഫ്ലാറ്റും കിട്ടിയാലോ? അവസാനം ആ ഭാഗവതര് ഫ്ലാറ്റ് ആവാതിരുന്നാ മതി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിങ്ങൾ വെറുതെ ഓരോന്ന് പറയണ്ട. മോന് സംഗീതത്തോട് അത്രയും വലിയ താല്പര്യമുണ്ടോ? നല്ല താല്പര്യം. പണ്ട് സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്നെത്തിയത് കോൺവെന്റ് സ്കൂളിന്റെ വാതിൽ പഠിക്കലായിരുന്നു. ആണോ? മോന് കോൺവെന്റ് സ്കൂളിലെ സംഗീത ടീച്ചറെ അറിയോ? അവിടുത്തെ സംഗീത ടീച്ചറെ അറിയില്ല, പക്ഷേ 2Bയിൽ പഠിക്കുന്ന സംഗീതം അറിയാം. അതിനാ ഞാൻ എന്നും അവിടെ പോയത്. അപ്പൊ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ഒരു ശല്യമായപ്പോ എന്നെ ഏൽപ്പിച്ചാണല്ലേ? മോന് സാരിഗമ എന്താന്നറിയോ? അത് ഈ സാരി ഉടുത്താല് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു തരം ഗമയല്ലേ? ഓ, സാരിഗാമന്ന് കേട്ടിട്ടുണ്ടോന്ന്? വാസ്കോഡ ഗാമ എന്ന് കേട്ടിട്ടുണ്ട്. മൂപ്പരുടെ ആരെങ്കിലും ആണോ? തൽക്കാലം ഞാൻ പറയുന്നത് പോലെ അങ്ങ് മോൻ പാടിയാ മതി. അതെങ്കിലും പറ്റുമോ? ഓക്കെ. സാരിഗമ. ആ പാടുക. സാരി ഗാമ പാധാനി സാ. അയ്യോ നിർത്ത്. മോനെ ഇങ്ങനെ വെറുതെ തൊണ്ട കീറിയ പാട്ടാവില്ല. മോൻ ആദ്യം സാധകം ചെയ്യണം. മോൻ അറിയോ, മോന്റെ പ്രായത്തിൽ ഞാനൊക്കെ പുലർച്ചെ എഴുന്നേറ്റ് കഴുത്തറ്റം വെള്ളത്തിൽ കിടന്നായിരുന്നു സാധകം ചെയ്യാറ്. ഈ ഭാഗവതരങ്കിള് നാളെ വരാം. ഇന്ന് ഇത്രയും മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. അയ്യോ, ഓടി വരണേ. എന്താടി പ്രശ്നം? ദേ, നമ്മുടെ ടിന്റുമോൻ കിണറ്റിൽ വീണു. മോനെ എന്തു പറ്റി? എങ്ങനെയാ കിണറ്റിൽ വീണത്? നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ സാധകം ചെയ്യാ. ആറ്റിലും തോട്ടിലും ഒന്നും വെള്ളമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങ് പോന്നു. കാട്ടിലെ പാൽമൂഴം തണ്ടിൽ നിന്നും കാട്ടിന്റെ പാലാഴി തീർത്തവനേ. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. എന്തച്ചാ, പ്ലീസ് അച്ഛാ, ഒന്ന് പോട്ടെ അച്ഛാ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇല്ല. സാരല്ല നീ, അവൻ ആ സിനിമയ്ക്ക് ഒന്നുകൂടെ പോയിക്കോട്ടെ. നമ്മുടെ ടിന്റുമോനല്ലേ. സാധ്യമല്ല. ഒരു സിനിമ ഒരു തവണ കണ്ടാ മതി. അച്ഛൻ പേടിക്കണ്ട, സിനിമ ടൗണിന്ന് മാറി ഇപ്പൊ റീഗൽ ടാക്കീസിലാ കളിക്കുന്നത്. പകുതി ചാർജേ ഉള്ളൂ. ആ കാരണം കൊള്ളാം. എന്നാലും വേണ്ട. നിനക്ക് കഴിഞ്ഞ കണക്ക് പരീക്ഷയ്ക്ക് എത്രയാ മാർക്ക് കിട്ടിയത്? അത് ആദ്യം മോൻ കണക്ക് പരീക്ഷ പാസ്സാവ്, എന്നിട്ടാവാം സിനിമ. അല്ല, നാളെയല്ലേ നിനക്ക് കണക്കിന്റെ ക്ലാസ് ടെസ്റ്റ്? അതിൽ നീ പാസ്സായാൽ നാളെ തന്നെ നിനക്ക് സിനിമയ്ക്ക് പോവാം, ഉറപ്പ്. അങ്ങനെ വേണോ അച്ഛാ? ക്ലാസ് ടെസ്റ്റ് വരും പോകും വീണ്ടും വരും. പക്ഷെ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് പോയാ പിന്നെ വരില്ല അച്ഛാ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? നീ ക്ലാസ് ടെസ്റ്റിൽ കണക്ക് പരീക്ഷയ്ക്ക് പാസ്സായ നിനക്ക് തീർച്ചയായും സിനിമയ്ക്ക് പോവാം. പക്ഷേ എനിക്കത്ര ഉറപ്പ് പോരാ. മോനെ, ക്ലാസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞമ്മേ. അങ്ങനെ ഈ ടൈമിൽ എല്ലാ ടെസ്റ്റും കഴിഞ്ഞല്ലോ. സന്തോഷായില്ലേ? എന്ത് സന്തോഷം! എല്ലാ ടെസ്റ്റും കഴിഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചു വരികയായിരുന്നു. അപ്പളാ ഉഷ ടീച്ചർ വിളിച്ചു പറയുന്നത് നാളെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടെന്ന്. ഞാനാണെങ്കിൽ ബ്ലഡിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. എടാ മണ്ട, ബ്ലഡ് ടെസ്റ്റിന് നീ ഒന്നും പഠിക്കണ്ട. നിന്നെ കുത്തി അവർ രക്തമെടുക്കും, എന്നിട്ട് അത് പരിശോധിക്കും. അത്രേ ഉള്ളൂ. എന്നെ കുത്തിയാ ഞാനും കുത്തും. ടിന്റുമോനോടാ കളി. ഓ, ഇവനെ കൊണ്ട്. എടാ, ബ്ലഡ് ടെസ്റ്റിന് നീ പ്രത്യേകം പഠിക്കൊന്നും വേണ്ട. ഓ, ഒരു പ്രത്യേകം പഠിക്കുന്ന ഒരാള്. നിന്റെ കണക്ക് പരീക്ഷയുടെ റിസൾട്ട് എന്തായി? ഓ, എനിക്ക് സിനിമ കാണോ യോഗ ഇല്ല അച്ഛാ. സാരില്ല, അച്ഛൻ വിഷമിക്കണ്ട. ആ സങ്കടം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാ. എന്റെ കുറ്റം അല്ല അച്ഛാ. ഈ കണക്കെന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട സബ്ജക്റ്റാ. മീഞ്ഞാന്ന് സാറ് പറഞ്ഞു 5 5 10 എന്ന്. ഇന്നലെ അതേ സാറ് തന്നെയാ പറയുന്നത് 7 3 10 എന്ന്. ഇന്നാ സാറ് വീണ്ടും പറയാ 8 2 10 എന്ന്. എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്നതാ. ഞാൻ പരീക്ഷ എഴുതാതെ ഇറങ്ങിപ്പോന്നു. മനുഷ്യനായ ആദ്യം വാക്കിന് സ്ഥിരത വേണം. ഓ, അപ്പൊ നീ വീണ്ടും തോറ്റു അല്ലേ? എടാ വിവരദോഷി, അത് കണക്കിന്റെ കുറ്റമോ കണക്ക് മാഷിന്റെ കുഴപ്പമോ അല്ല. ആ പറഞ്ഞത് ശരി തന്നെയാ. എന്തൊക്കെ ആയാലും അച്ഛാ, എനിക്ക് വലുതായ ഒരു കണക്ക് മാഷ് ആവാനാ ആഗ്രഹം. കണക്കിന് നേരാൻ വണ്ണം പാസ്സാവാത്ത നീയാ കണക്ക് മാഷാവാൻ പോകുന്നത്. ഏറിപ്പോയാ നിനക്കൊരു മലയാളം മാഷാവാം. അച്ഛൻ
അച്ഛൻ നോക്കിക്കോ, ഞാൻ എങ്ങനെങ്കിലും പഠിച്ചൊരു കണക്ക് മാഷാവും. എടാ നിനക്ക് കണക്ക് മാഷാവാൻ ഇത്രയും താല്പര്യം എന്താ? ഇംഗ്ലീഷ് മാഷോ മലയാളം മാഷോ ആയ ദിവസം 1 മണിക്കൂറെങ്കിലും വായ കീറി ക്ലാസ് എടുക്കണം. കണക്ക് മാഷായ ക്ലാസ്സിൽ വരും, ഒരു കണക്കിട്ട് തരും, പിന്നെ ഒറ്റ ഉറക്കം. എന്തു സുഖം! ഓ, എനിക്ക് ആ ചാക്കോ മാഷ് കാണുമ്പോ അച്ഛാ കൊതിയാവും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അയ്യോ, എന്റെ ടിഫിൻ ഇങ്ങ് തരാനാ പറഞ്ഞത്. ഓടാ അവന്റെ ഒരു ടിഫിൻ. Tinderman rocks. TNT rocks. Tinderman rocks. അയ്യോ, ഇതെന്ത് മായാജാലം! TNT rocks. Tinderman rocks. ഇതെന്ത് മായാജാലം! എടാ, ഇതെങ്ങനെ സംഭവിച്ചു? നീ മാജിക് പഠിച്ചിട്ടുണ്ടോ? പിന്നല്ലാതെ, കഴിഞ്ഞ 3 വർഷമായി ഞാൻ മാജിക് പഠിക്കുകയല്ലേ. എടാ, ഒന്ന് എനിക്കും പഠിപ്പിച്ചു തരുമോ? ആ, നോക്കാം. ഇവനുള്ള പണി ഞാൻ ഇന്ന് വൈകിട്ട് കൊടുക്കും. എടാ ടിൻഡു, ഞാൻ പോട്ടെ, ഇന്ന് ട്യൂഷൻ ഉള്ളതാ. ഓക്കേടാ, ബൈ. അയ്യോ, എന്റെ ബുക്ക് എന്തു പറ്റി? എടാ, ആ ടോണി എന്റെ റെക്കോർഡ് ബുക്ക് എടുത്തോണ്ട് പോയി. എനിക്കാണേൽ ഇന്ന് ട്യൂഷൻ ഉള്ളതാ. നേരം വൈകിയാൽ ടീച്ചർ വഴക്ക് പറയും. വാ, നീ വേഗം കേറ്. അയ്യോ, അവനെ കാണാനില്ലല്ലോ. അവൻ ഭയങ്കര സ്പീഡിലാണ് പോയത്. ഓം ഹ്രീം മാന്ത്രികമുബായ്. എടാ ടിൻഡു, ഇതെന്ത് മായാജാലം! അതൊക്കെ ഉണ്ട്, നീ കണ്ടോ? ടോണി, അസൈൻമെന്റും റെക്കോർഡൊക്കെ എഴുതാനുണ്ടെങ്കിലേ അത് സ്വന്തം എഴുതണം, അല്ലാതെ മറ്റുള്ളവരുടെ കോപ്പി അടിക്കുകയല്ല വേണ്ടത്, കേട്ടോ? എടാ ടിൻഡു, ഇത് നീ തന്നെയാണോ പറയുന്നത്? അതെ, ടിൻഡു തന്നെ. ടിൻഡു ഇപ്പൊ പഴയ ടിൻഡു അല്ല. Tinderman rocks. TNT rocks. എടാ ടിൻഡു, എന്നെ ഒന്ന് വീട്ടിലേക്ക് തരുമോ? വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ട്യൂഷന് പോവാൻ. ഓ, അതിനെന്താ? Tinderman rocks. എന്താ മോനെ ഇത്ര ലേറ്റ് ആയത്? അമ്മേ, അതുണ്ടല്ലോ അമ്മേ, ഞാൻ ഇന്ന് സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് ആ ടോണി എന്റെ ബുക്ക് തട്ടിപ്പറിച്ചു. എന്നിട്ട് നമ്മുടെ ടിൻഡുമോനില്ലേ, അവനാ എന്നെ രക്ഷിച്ചത്. ഏത്, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ടിൻഡുമോനോ? അതെ അമ്മേ. അവൻ നിന്നെ എങ്ങനെ രക്ഷിച്ചു എന്നാ നീ പറയുന്നേ? അവനാണമ്മേ എനിക്ക് ടോണിയുടെ കയ്യിൽ നിന്നും ആ ബുക്ക് തിരികെ വാങ്ങി തന്നത്. അത് ചിലപ്പോ അവന് നോക്കി എഴുതാനായിരിക്കും. അതൊന്നും അല്ല അമ്മേ, അവനിപ്പ പഴയ പോലൊന്നും അല്ല, എന്തൊക്കെയോ ശക്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ശക്തി മണ്ണാങ്കട്ട, ഒന്ന് പോയാട്ടെ അവിടുന്ന്. ടിൻഡുമോന് ശക്തിയേ, നീ പോയി കുളിച്ചു മാറ്റി ട്യൂഷന് പോവാൻ നോക്ക്. കാർട്ടൂൺ ഒന്നുമില്ലേ, എനിക്ക് പാട്ട് കേൾക്കണം. എന്തമ്മേ, പ്ലീസ് അമ്മേ, ഒന്ന് ചാനല് മാറ്റമ്മേ. നീ ട്യൂഷന് പോവാൻ നോക്ക്. ഞാൻ ഈ കാർട്ടൂൺ കഴിഞ്ഞിട്ട് ട്യൂഷന് പോയിക്കോളാം. എന്തമ്മേ? ഇല്ല, അതൊന്നും പറ്റില്ല. What a world, the situation may be. He gonna make you smile. Da 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 da. Just go blah blah blah. ഹലോ ടിൻഡു. What a world, the situation may be. He gonna make you smile. Da 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 da. Just a world, the situation may be. അയ്യോ, ഇത് ടോയ് ഫോൺ ആയിരുന്നു. ശോ, വെറുതെ സ്വപ്നം കണ്ടത് മിച്ചം. എത്ര മനോഹരമായ സ്വപ്നം. അപ്പോ ഇത് ശരിക്കും മാന്ത്രിക മൊബൈൽ ആയിരുന്നോ? ഈ കഥ ഇവിടെ തീരുന്നില്ല, ഇതൊരു തുടക്കം മാത്രം. Tinderman rocks. TNT rocks. Tinderman rocks. TNT rocks. अरे साहब, कोई है? कोई है? ആരാ മോനെ ഉമ്മറത്ത്? അമ്മേ,
അതാരോ കോഴിയെ വിൽക്കാൻ കൊണ്ടുവന്നതാ. കോഴി അച്ഛൻ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടെന്ന് അയാളോട് പറഞ്ഞേക്ക്. കോഴി മിൽഗയാ, കോഴി മിൽഗയാ. അരെ സാബ് കോയി ഹേ? ഇയാളെ എവിടുത്തെ ഹിന്ദിക്കാരനാ? ഹിന്ദി പറഞ്ഞാലും മനസ്സിലാവില്ലേ? സാബ് എടോ തന്നോടല്ലേടോ പറഞ്ഞത് കോഴി ഇവിടെ ഉണ്ടെന്ന്. കോഴി മിൽഗയാ. ഹിന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല. താൻ ശരിക്കും ഹിന്ദിക്കാരൻ തന്നെയല്ലേ? സാബ് കോയി ഹേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. ഹോ, അത് ശരി. അങ്ങനെ മര്യാദക്ക് പറയണ്ടേ? അമ്മേ, ഇയാള് കോഴിയെ വിൽക്കാൻ വന്നതല്ല. നമ്മളൊക്കെ ഉണ്ടോ എന്നറിയാൻ വന്നതാ. ഇല്ല, ഞങ്ങൾ ഉണ്ണാൻ പോകുന്നേ ഉള്ളൂ. അതായത് ഹം ഉണ്ണാൻ പോവൽ ഹേ. ഹോ, ഈ സർക്കാരിന്റെ ഓരോരോ പുരോഗതി. നമ്മൾ ഓരോരുത്തരും ഉണ്ടോ എന്നറിയാൻ തന്നെ ആൾക്കാരെ ഏർപ്പാടാക്കിയിരിക്കുക. മോനെ, ഇത് ആ ഉണ്ണൽ നെഹി, അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നാണ്. അകത്തുള്ളത് എന്റെ അമ്മ. ഇപ്പൊ പുറത്തുള്ളത് ഈ ടിന്റുമോൻ. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടിട്ടില്ല. ചേട്ടൻ എന്താ വേണ്ടത്? മുझे कुछ काम चाहिए साहब. പനി വേണം, പനി. എന്ത് പനിയായാലും സാരമില്ല. താൻ ആള് കൊള്ളാലോ. അമ്മേ, ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ആളല്ല. ഇയാൾക്ക് പനിയാണ് വേണ്ടത് പോലും. കഴിഞ്ഞ മാസം വന്നിരുന്നെങ്കിൽ തരായിരുന്നു. എന്റെ മുത്തശ്ശൻ 2 ആഴ്ചയാ ഡെങ്കിപ്പനി പിടിച്ചു കടന്നത്. ഇപ്പൊ ഇവിടെ ആർക്കും പനിയില്ല. എടാ, അയാൾക്ക് എന്തെങ്കിലും ജോലി വേണോന്നാ പറഞ്ഞത്. അയാൾക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ എന്ത് ജോലിയും നമുക്ക് ചെയ്യിക്കാം. ഇവിടുന്ന് ഒരാളെ വിളിച്ചാൽ 400 രൂപയാ കൂലി. യഹാം കാം ഹേ, ഇവിടെ ജോലി തരാം. ടീക്കേ? ശുക്രിയ മാം സാബ്, ശുക്രിയ ശുക്രിയ. അയാൾക്ക് നമ്മുടെ വിറകുപുര കാണിച്ചു കൊടുക്ക്. എടോ, തനിക്ക് മലയാളം അറിയാമോ? കുറച്ച് കുറച്ച് അറിയാം. ആ, കുറച്ച് അരിഞ്ഞാ മതി. ബാക്കി ഞാൻ അരിഞ്ഞോളാം. ഇതാണ് തന്റെ മുറി. ഇന്ന് റെസ്റ്റ് എടുത്തോ. നാളെ മുതൽ ജോലി തരാം. ടീക്കേ? ശുക്രിയ സാബ്, ശുക്രിയ. ഇതാ, ഇത് വെച്ചോ. ഇതെന്താ പച്ച ബുർക്കോ? ഇത് മുറുക്കും മിച്ചറൊന്നല്ല, കൊതുക് തിരിയാ. ഇതില്ലെങ്കിലേ കൊതുക് തന്നെ കൊണ്ട് ബോംബേക്ക് പറക്കും. സാബ്, मैं जा रहा हूं. ഞാൻ പോകുന്നു. എനിക്ക് മുറിയിൽ താമസിക്കാൻ പറ്റില്ല. എന്തു പറ്റി? താൻ കൊതുക് തിരി കത്തിച്ചില്ലേ? കൊതുക് തിരി മാത്രം പോരാ സാബ്, എലിത്തിരിയും വേണം. ആ മുറി മുഴുവൻ എലികളാണ്. ശബ്ദം കാരണം എനിക്ക് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എലികളോ? തമാശ പറയാതെ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ കണ്ടതാണ് സാർ, മേനെ ദേഖ. നല്ല മുട്ടൻ എലികൾ. എടോ, താൻ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ആ മുറിയിൽ ഒരിക്കലും എലികൾ ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. സ്വപ്ന നെഹി സാബ്, സ്വപ്ന നെഹി, മേനെ ദേഖ. ഞാൻ കണ്ടതാ. തനിക്ക് തോന്നിയതായിരിക്കും. എലികൾ ഇല്ല എന്ന് സാബിനെന്താ ഇത്ര ഉറപ്പ്? എടോ മൂർഖനും അണലിയും ചേരയും ഇതൊക്കെയുള്ള മുറിയിൽ എങ്ങനെയാണോ എലികൾ ഉണ്ടാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാൻ. Digimon rocks. D&D rocks. A Digimon rocks.